ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷൻ SSC ആൻഡ് RRB. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SSC, PSC, ബാങ്ക് പോലുള്ള എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വൊക്കാബുലറീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സീരീസ് ടോപ്പ് 100 ആൻറ്റണിംസ് ആൻഡ് സിനണിംസ് ആണ്. ഇത് കഴിയുമ്പോൾ ടോപ്പ് 100 ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓൾറെഡി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ വൊക്കാബുലറിയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് ഡേ 3 ആണ്. മറ്റേ ക്ലാസ്സുകൾ കാണാത്തവർ കാണാം. ദെൻ ഇന്നത്തെ ഫസ്റ്റ് വേർഡ് അപ്പാരൻറ്റ്. അപ്പാരൻറ്റ് എന്താണ്? ക്ലിയർലി വിസിബിൾ. അതാണ് അതിൻ്റെ മീനിങ്. നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നിനെക്കുറിച്ച് പറയുക എന്നുള്ള മീനിങ് ആണ് അപ്പാരൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനണിംസ് വരുന്നത് ഒബ്വിയസ്, മാനിഫെസ്റ്റ്, സീമിംഗ്ലി. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പഷ്ടമായിട്ടുള്ളത്. മാനിഫെസ്റ്റ് എന്താ? പ്രകടമായിട്ടുള്ളത്. സീമിംഗ്ലി എന്താണ്? പ്രത്യക്ഷത്തിലുള്ളത്. മൂന്നിനും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ദെൻ ആൻ്റണിം വരുമ്പോൾ അംബീഗസ്. അംബീഗസ് എന്താണ്? അവ്യക്തം എന്നുള്ള മീനിങ് ആണ്. ദെൻ ഹിഡൻ എന്താണ്? ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പഷ്ടമല്ലാത്ത എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ പരിഹരിക്കാം. അപ്പോൾ നമ്മൾ അപ്പാരൻറ്റിൻ്റെ മീനിങ് പഠിച്ചു. ക്ലിയർലി വിസിബിൾ. അതിൻ്റെ സിനണിംസ് എന്താണ്? ഒബ്വിയസ്, മാനിഫെസ്റ്റ്, സീമിംഗ്ലി. ദെൻ ആൻ്റണിംസ് അംബീഗസ്, ഹിഡൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വേർഡ് ബെനവളൻറ്റ്. ബെനവളൻറ്റ് എന്താണ്? ബെനവളൻറ്റിന് നമുക്കൊരു ക്ലൂ വെച്ച് പഠിക്കാം. ബനാനയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് ബനാന, ബെനവളൻറ്റ്. ബനാന എന്ന് പറഞ്ഞൊരു കൈൻഡ് ആയിട്ടുള്ളൊരു പാവം ഫ്രൂട്ടായിട്ട് കണക്കാക്കുക. അപ്പം ആ ഒരു കണക്ഷൻ വെച്ച് പഠിക്കുക. ദെൻ അതിൻ്റെ സിനണിംസ് എന്താണ്? കൈൻഡ്, ജനറസ്, ഗ്രേഷ്യസ്. ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്കത എന്നൊക്കെ പറയത്തില്ലേ. ഗ്രേഷ്യസ് എന്താ? കൃപ. ദെൻ അതിൻ്റെ ആൻ്റണിം എന്തൊക്കെയാണ്? മെയിൽ വോളൻ്റ്, മേഴ്സിലെസ്, സെൽഫിഷ്. അതിൻ്റെ മെയിൽ വോളൻറ്റിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? മെയിൽ വോളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡായിട്ടുള്ള. ദെൻ മേഴ്സിലെസ്സും ഓൾസോ റൂഡെന്ന് തന്നെയാണ് മീനിങ്. കരുണയില്ലാത്ത എന്നുള്ള മീനിങ്. സെൽഫിഷ് അറിയത്തില്ലേ? സ്വാർത്ഥൻ എന്നൊക്കെ പറയത്തില്ലേ. സ്വാർത്ഥനെയാണ് നമ്മൾ സെൽഫിഷ് എന്ന് പറയുന്നത്. അപ്പം കരുണയില്ലാത്തത് എന്നുള്ള മീനിങ് ആണ് ഈ മെയിൽ വോളൻറ്റിനും മേഴ്സിലെസ്സിനും വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കീപ് സീക്രട്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കുക. ക്ലാൻഡസ്റ്റൈൻ്റെ കാര്യം സീക്രട്ടായിട്ടാണ് വച്ചിരിക്കുന്നത്. അവർ തമ്മിൽ ലവേഴ്സ് ആണെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ക്ലാൻഡസ്റ്റൈൻ്റെ കാര്യം സീക്രട്ടായിട്ടാണ് വച്ചേക്കുന്നത്. അപ്പോൾ കെപ്റ്റ് സീക്രട്ടായിട്ടാണ് വച്ചേക്കുന്നത്. അതിൻ്റെ സിനണിംസ് എന്താണ്? സീക്രട്ട്, കവേർട്ട് എന്ന് പറഞ്ഞാൽ കവറിട്ട് മൂടി വെച്ചേക്കുവാണ്. അതിന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. കവറിട്ട് വച്ചേക്കാണ് ഒരു കാര്യത്തിനെ സീക്രട്ടായിട്ട്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. തന്നെ ആൻ്റണിയും വരുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള, പബ്ലിക് ആയിട്ടുള്ള, ഓവേർട്ട്, ഹോണസ്റ്റ്. എന്താണ്? എല്ലാം എന്താണ്? സീക്രട്ട് ഇല്ലാതെ പുറത്ത് പബ്ലിക്കായിട്ട് വയ്ക്കുക എന്നുള്ള മീനിങ് ആണ് ഇതിനെല്ലാത്തിനും വരുന്നത്. പബ്ലിക്, ഓവേർട്ട്, ഹോണസ്റ്റ്, ഓപ്പൺ. ഇതെല്ലാം ഓപ്പൺ അല്ലെങ്കിൽ പബ്ലിക് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വേർഡ് ഗ്ലൂമി. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഡൾ മൂഡ്. നമ്മുടെ ഡൾ മൂഡാണ്. നമ്മുടെ മൂഡ് ശരിയല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഗ്ലൂമി എന്ന് പറയുന്നത്. അതിൻ്റെ സിനണിംസ് വരുന്നത് മർക്കി, ഡൾ, അൺഹാപ്പി, ഡിപ്രസ്ഡ്. മർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്ങിയ എന്നുള്ള മങ്ങിയ ഒരു അവസ്ഥ എന്നൊക്കെ പറയത്തില്ല. മങ്ങിയ എന്നുള്ള അവസ്ഥയാണ് ഇതാണ് പറയുന്നത്. ഡൾ എന്താണ്? ഡള്ള് ആൾസോ എന്താണ്? ഡള്ളായിട്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ. എൻ്റെ കറക്റ്റ് മലയാളം മീനിങ് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും അറിയാം. അൺഹാപ്പി, സന്തോഷമല്ലാത്ത. ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിഷമിച്ചിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ആൻ്റണിംസ് വരുമ്പോൾ ബ്രൈറ്റ്, റേഡിയൻറ്റ്, ചിയർഫുൾ. അത് നമുക്കറിയാം അല്ലേ. ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ബ്രൈറ്റ്, റേഡിയൻറ്റ്, ദെൻ ചിയർഫുൾ. അപ്പോൾ ഗ്ലൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ മർക്കിയാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. മർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിയ ഒരു മൂടി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. ദെൻ മൊറോസ് എന്ന് പറഞ്ഞാൽ ആൾസോ ഇപ്പോൾ പഠിച്ച വേർഡ് തന്നെയാണ് ഗ്ലൂമി. മൊറോസ് വരുമ്പോഴത്തേക്ക് നമ്മൾ മോർ റോസ് കൊടുക്കാത്തതുകൊണ്ട്, മോർ റോസ് കൊടുക്കാത്തതുകൊണ്ട് ഗ്ലൂമി ആയി എന്നുള്ള മീനിങ്ങിൽ കണക്ട്. മോർ റോസ് കൊടുക്കാത്തതുകൊണ്ട് പുള്ളിക്കാരി
മൂഡാണ്, മൂഡ് ഓഫാണ് എന്നുള്ള രീതിയിൽ പഠിക്കുക. മൊറോസ്, ഗ്ലൂമി, നേരത്തെ പഠിച്ച സിനണിംസും ആൻറ്റണിംസും തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ഞാൻ 2 വേർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും സിനണിം വരുന്നത് മർക്കി, ഡള്ള്, അൺഹാപ്പി എന്നൊക്കെ തന്നെ വരും. ദെൻ അതിൻ്റെ കൂടെ ഗ്ലൂമി, സളൻ. സളൻ എന്താണ്? ആൾസോ മങ്ങിയ എന്നുള്ളൊരു വേർഡാണ് സളൻ. ദെൻ അതിൻ്റെ ആൻറ്റണിം വരുന്നത് ചിയർഫുൾ, അപ്ലിഫ്റ്റഡ്. അപ്ലിഫ്റ്റഡ് എന്താണ്? അപ്ലിഫ്റ്റഡ് നമുക്കൊരു പുതിയ വേർഡാണല്ലേ. സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ് അപ്ലിഫ്റ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്ലിഫ്റ്റഡ് എന്താണ്? അപ്പോൾ സന്തോഷം. ഐ ആം അപ്ലിഫ്റ്റഡ് എന്നൊക്കെ പറയണം. ഇനി വൊക്കാബ് പഠിക്കുമ്പോൾ അതാണ് പ്രശ്നം, നമ്മൾ നല്ല നല്ല വേർഡ്സ് ഉപയോഗിക്കുക സ്ഥിരം ഉപയോഗിക്കുന്നതിനെക്കാട്ടി. ദെൻ നെക്സ്റ്റ് വേർഡ് ഒബ്സ്കർ. ഒബ്സ്കർ എന്താണ്? ഒബ്സ്കർ നോട്ട് ക്ലിയർ എന്നുള്ള മീനിങ് ആണ്. നോട്ട് ക്ലിയർ. അതിൻ്റെ സിനണിംസ് എന്താണ്? കൺഫ്യൂസിങ് അല്ലെങ്കിൽ അൺനോൺ, നമുക്കറിയാത്ത, അവ്യക്തമായിട്ടുള്ള. കറക്റ്റ് മീനിങ് ഒബ്സ്കറിൻ്റെ പറയുമ്പോൾ അവ്യക്തമായിട്ടുള്ള എന്ന മീനിങ് ആണ് വരുന്നത്. ദെൻ ആൻറ്റണിംസ് വരുമ്പോൾ ക്ലിയർ, വെൽ നോൺ, കറക്റ്റായിട്ട് അറിയാം, വെൽ നോൺ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഒബ്സ്കർ എന്താണ്? നോട്ട് ക്ലിയർ, ഒബ്സ്കർ. ഈ കുറച്ച് വേർഡ് ഉണ്ട് ഒബ് വെച്ചൊക്കെ തുടങ്ങുന്നത്. ഒബ്വിയസ് എന്താണ്? ഒബ്വിയസ്, ഒബ്സ്കർ, പിന്നെ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. നമുക്ക് അത് കറക്റ്റ് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പം ഒബ്വിയസിൻ്റെ എന്താണ് ഒബ്വിയസ് എന്ന് പറഞ്ഞതിൻ്റെ കറക്റ്റ് സിനണിംസും ആൻറ്റണിംസും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആർക്കൊക്കെ അറിയാമെന്നറിയാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വേർഡ് പെരിലസ്. പെരിലസ് എന്ന് പറഞ്ഞാൽ ഹസാഡസ് ആണ്. ഫുൾ ഓഫ് ഡേഞ്ചർ ഓർ റിസ്ക് എന്നുള്ള മീനിങ് ആണ്. റിസ്ക് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അതിൻ്റെ അതല്ല, സോറി, റിസ്ക് ആണ്. പെരിലസ്. പേരില്ലാത്ത ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പുള്ളി ഡേഞ്ചർ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരത്തില്ലേ? പേരെന്താ? പേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഡേഞ്ചറാണ്. അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു വയ്ക്കുക. പെരിലസ്, പേരില്ലാത്ത ആൾ ഡേഞ്ചർ ആയിരിക്കും, ഹസാഡസ് ആയിരിക്കും, റിസ്കി ആയിരിക്കും. പുള്ളിയായിട്ടുള്ളൊരു സൗഹൃദം എന്തായിരിക്കും? റിസ്കി ആയിരിക്കും. അതിൻ്റെ ആൻറ്റണിം വരുന്നത് സേഫ്. അപ്പോൾ പെരില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ്. അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ നോക്കരുത്, കാരണം നമ്മൾ ഈ ക്ലൂ തന്നെ അവസാനം മറന്നു പോകും. അപ്പോഴും നമ്മൾ ആവശ്യത്തിന് കണക്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പഠിക്കും. പേരില്ലാത്ത ആളാരാ? ഡേഞ്ചറാണ്, ഹസാഡസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വേർഡ് ഒതൻറ്റിക് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് പരസ്യങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ഒതൻറ്റിക് എന്നൊക്കെ. ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ജെന്യൂൻ. അതിൻ്റെ സിനണിംസ് വരുമ്പോൾ സർട്ടൈൻ, ജെന്യൂൻ. ദെൻ ആൻറ്റണിംസ് വരുമ്പോൾ ഫാൾസ്, കറപ്റ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? യഥാർത്ഥമായിട്ടുള്ള. ജെന്യൂൻ്റെ മീനിങ് എന്താണ്? യഥാർത്ഥമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. ജെന്യൂൻ എന്താ? സത്യസന്ധമായിട്ടിരിക്കുക, സത്യസന്ധനായിട്ട് എന്താണ് നല്ല നമ്മളെ ഒറിജിനാലിറ്റി കാണിക്കുക എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. ദെൻ ആൻറ്റണിം വരുമ്പോൾ ഫാൾസ്, കറപ്റ്റ് എന്താണ്? കറപ്റ്റ് എന്ന് പറഞ്ഞാൽ അഴിമതിയെയാണ് നമ്മൾ കറപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മൾ മീനിങ് കൂടെ പഠിച്ചു വയ്ക്കണം. നമ്മൾ മാക്സിമം വേർഡ്സിൻ്റെ മീനിങ്ങുകൾ പഠിച്ചു വയ്ക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ഇങ്ങനെ എക്സാമിന് മാത്രമല്ല, നമ്മൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് നമുക്ക് വളരെ ഉപയോഗപ്പെടും ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുന്നത്. ദെൻ അക്വാർഡ് എന്താണ്? അക്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിങ് ഡിഫിക്കൽറ്റി, ഹാർഡ് ടു ഡു, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്വാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനണിംസ് വരുമ്പോൾ ക്ലംസി, അൺസ്കിൽഫുൾ. ആൻറ്റണിംസ് വരുമ്പോൾ കൺവീനിയൻറ്റ്, ക്ലേവർ. അതായത് ക്ലംസി എന്താണ്? ക്ലംസി എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള എന്നുള്ള മീനിങ്ങാണ് ക്ലംസി. അൺസ്കിൽഫുൾ എന്താണ്? അൺസ്കിൽഫുൾ എന്ന് പറഞ്ഞാൽ ഈ നൈപുണ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത എന്നുള്ള അൺസ്കിൽഫുൾ. നമ്മൾ പറയത്തില്ലേ സ്കില്ല് വേണമെന്ന് പറയത്തില്ലേ, നൈപുണ്യം. അപ്പം നൈപുണ്യമില്ലാത്തവരെയാണ് നമ്മൾ അൺസ്കിൽഫുൾ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ആൻറ്റണിംസ് വരുമ്പോൾ കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായിട്ടുള്ള. ക്ലെവർ എന്താണ്? സത്യസന്ധൻ, മിടുക്കൻ എന്നൊക്കെ ഉള്ള മീനിങ്ങാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻറ്റണിം സിനോണിം തന്നെ വരണമെന്നില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ് ഉണ്ട് എങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കാവുന്നതാണ്. കൺസീൽ എന്താണ്? കീപ് ഫ്രം സൈറ്റ് അല്ലെങ്കിൽ ഹൈഡ്. നമ്മളൊരു സാധനത്തിന് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ള മീനിങ്ങാണ് ഈ കൺസീലിന് വരുന്നത്. ഹൈഡ്
ഡിസ്ഗ്യൂസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വേഷം മാറി വരിക എന്നുള്ള മീനിങ് ആണ് ഡിസ്ഗ്യൂസ്ഡ് എന്നുള്ള ഇത് മീനിങ് വരുന്നത്. ഹൈഡ് ചെയ്യുക, ഡിസ്ഗ്യൂസ്ഡ് എന്നൊക്കെ വരും. ദെൻ ആൻറ്റണിംസ് വരുമ്പോൾ റിവീൽ, നമ്മൾ പുറത്ത് പറയുക. അൺറാപ്പ്, നമ്മളൊരു സാധനത്തിനെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അൺറാപ്പ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അൺറാപ്പ്, അതൊക്കെയാണ് റാപ്പ് അൺറാപ്പ്. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് വയ്ക്കുക. റാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസീലിൻ്റെ എന്ത് വരും, കൺസീലിൻ്റെ സിനണിംസ് ആയിട്ട് വരും റാപ്പൊക്കെ. അപ്പോൾ ഇത് വരുമ്പോൾ അൺറാപ്പ്. അപ്പോൾ കൺസീൽ, കീപ് ഫ്രം സൈറ്റ് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക. ദെൻ അതിൻ്റെ സിനണിംസ് വരുമ്പോൾ ഹൈഡ്, ഡിസ്ഗ്യൂസ്ഡ്. ആൻറ്റണിംസ് വരുമ്പോൾ റിവീൽ ആൻഡ് റാപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ആരും വ്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകൾ പറയണം. കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.